എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ? പലരും ധാരാളമായിട്ട് ഈ വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാൽ ചിലർക്കൊക്കെ ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു അത്ഭുതമൊന്നുമല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി എത്തിച്ചേരും എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ. എങ്ങനെ നമുക്ക് ഈ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാം? നമ്മുടെ ചിന്തയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് എന്ത് വേണമെന്നത് വ്യക്തമായിട്ട് ചിന്തിക്കുക. രണ്ടാമത് നമ്മുടെ വൈബ്രേഷനാണ്. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ വൈബ്രേഷൻ. ആ ഒരു കാര്യം നേടിയെടുത്തതായിട്ടുള്ള ഫീലും ആവേശവും നമുക്ക് ഓരോ കാര്യത്തിലും ഉണ്ടായിരിക്കണം. ആ വൈബ്രേഷനിലായിരിക്കണം എപ്പോഴും നമ്മുടെ ലൈഫ് കൊണ്ടുപോകേണ്ടത്. മൂന്നാമതായി നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വേണ്ട ചെറിയ ചെറിയ പ്രവൃത്തികൾ നമ്മൾ എടുക്കുക. വെറുതെ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല, അതിലേക്ക് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ആഗ്രഹം ഈസി ആയിട്ട് നമ്മളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് ചെറിയ സ്റ്റെപ്പ് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് എടുക്കുക എന്നതാണ്. നാലാമതായി നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഒരു വിധത്തിലുള്ള സംശയം ഇല്ലാതിരിക്കുക. ഉദാഹരണം, നിങ്ങളിപ്പോ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഓഫീസിലെ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഓഫീസിലേക്ക് പോകുന്നതായിട്ടും അവിടെ നിന്ന് നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നതും അവിടെ നിന്ന് സാലറി വാങ്ങുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു ഫീലിൽ നിങ്ങൾ വൈബ്രേഷൻ കൊണ്ടുപോവുക. ആ ഒരു ഫീലിൽ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ താമസിയാതെ തന്നെ നിങ്ങൾക്ക് ആ ജോലി വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ അലൈൻമെന്റ് അതിലേക്ക് ഈക്വൽ ആക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ വൈബ്രേഷൻ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ചിന്ത കിട്ടുമെന്ന വിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നമ്മളിലേക്ക് വന്നു ചേരും.